ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2 kg വലുപ്പത്തിലൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ ബേക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതേപോലൊരു വാനില കേക്കിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ മുകളിൽ സജസ്റ്റഡ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഫ്ലോറൊക്കെ ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് ഫ്ലോറാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഇതേപോലെ അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 9 × 9.5 ഇഞ്ചാണ്. പിന്നെ ഈ ഒരു ടിന്നിൻ്റെ ബേസ് ഡിമോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് സാധാരണ അലൂമിനിയം ടൈപ്പ് ടിന്നാണെങ്കിൽ ഓയിൽ വെച്ചിട്ട് സൈഡിലും താഴേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം അതിനകത്ത് ഒരു റിങ്ങും കൂടി വെച്ച് കൊടുത്തിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ പ്രീഹീറ്റ് ചെയ്യുന്നത് ഇവിടെ ഗ്യാസ് അടുപ്പിൻ്റെ വലിയ അടുപ്പിലാണ്. അപ്പോൾ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെയും ഗ്യാസ് അടുപ്പിൻ്റെ ഫ്ലെയിമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ബാറ്ററി റെഡിയാക്കുകയാണ്. അപ്പോൾ മുട്ടയുടെ വെള്ളം ഇവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ എഗ് വൈറ്റും യോക്കും ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്റ്റമർക്ക് കേക്ക് അല്പം വലുപ്പത്തിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതേപോലെ 9 × 9.5 അല്ലെങ്കിൽ ഒരു 10 ഇഞ്ചിൻ്റെ ടിന്നൊക്കെ എടുക്കുന്നത്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ആ ഒരു ടിന്ന് നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി ഈ ഒരു ഫ്ലെയിം നമ്മൾ ആക്കി കൊടുക്കുന്നത് സിമ്മിൽ നിന്നും ഇതേപോലെ മീഡിയം ഫ്ലെയിമിലേക്കാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഒരു 3 മിനിറ്റ് എങ്കിലും ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ അടച്ചു കൊടുക്കുന്ന ആ അടപ്പിൻ്റെ മുകളിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആവി തട്ടിയിട്ട് വെള്ളമൊക്കെ ഉണ്ടാവും. അത് തുടച്ചതിന് ശേഷം മാത്രം അടച്ചു വെക്കുക. കറക്റ്റ് ഒരു 3 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഇതേപോലെ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ആ ഒരു 3-4 മിനിറ്റ് കൊണ്ടാണ് കേക്ക് പൊങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മൾ സിമ്മിലേക്ക് മാറ്റിയിട്ടാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ കേക്ക് പൊങ്ങാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ചെയ്യുന്നത് ഇതേപോലെ ആ ഒരു അടപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഉൾഭാഗത്ത് കുറച്ച് വെള്ളമൊക്കെ ഇതേപോലെ ആവിയായിട്ട് വന്നിട്ടുണ്ടാകും. അത് പെട്ടെന്ന് ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആവി ആ കേക്കിൻ്റെ മുകളിലേക്ക് ഉറ്റിയിട്ട് നമ്മുടെ ആ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകാനും അതേപോലെ ആ ഒരു ഭാഗം വേവാത്ത പോലെ ഇരിക്കാനൊക്കെ കാരണമാകും. ഞാനെപ്പോഴും ഇതേപോലെ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അടപ്പിൻ്റെ ഉൾഭാഗം ഒരു 2 പ്രാവശ്യമെങ്കിലും മിനിമം തുടച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഓവൻ ഇല്ലാതെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ 1 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ക്രീം എന്ന് പറയുന്നത് 250 ml എൻ്റെ കപ്പിൽ 250 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ അത്രയും ക്രീം ഞാൻ ഇതേപോലെ ബൗളിൽ ഡയറക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് അല്പം ഒന്ന് ചൂട് മാറിയ ശേഷം ടിന്നിൽ നിന്നും പുറത്തെടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ കേക്കിൻ്റെ താഴ്ഭാഗത്ത് 2 ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിന്നെന്ന് പറയുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് 2 ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ചൂടാറിയ ശേഷം 2 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം എല്ലാ വശത്തേക്കും ഇതേപോലെ ആക്കി കൊടുക്കാം. ഇനി ഫില്ലിംഗ് ആയിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷ് ഇതേപോലെ എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം അതിന് മുകളിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ടും കൂടി ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ കേക്കും അതിന് മുകളിലായിട്ട് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫൈനൽ കോട്ട് നല്ല കട്ടിയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ സ്ക്വയർ കേക്കിൽ എങ്ങനെയാണ് ഷാർപ്പ് എഡ്ജ് വരുത്തുക എന്നുള്ളതിനെയൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ഏകദേശം ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സൈഡിലൊക്കെ ഇതേപോലെ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെയിമും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഗനാഷ് വെച്ചിട്ടാണ് നെയിം എഴുതിയിട്ടുള്ളത്. സൈഡിലൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ച് റോസ് ഫ്ലവർ വരച്ചു കൊടുക്കാം. അപ്പോൾ ക്രീമിൽ അല്പം സൂപ്പർ റെഡ് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഫ്ലവർ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 144 ആണ്. അപ്പോൾ കേക്കിൻ്റെ വർക്ക് ഇവിടെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1 കിലോയേക്കാളും 50 ഗ്രാം കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.